8 വർഷത്തെ കോടതി വിചാരണകൾക്കും നടപടികൾക്കും ഒക്കെ ഒടുവിലാണ് നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് 4 പ്രതികളെ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട നടൻ ദിലീപുമുണ്ട്. ദിലീപിനെ കൂടെ വെറുതെ വിട്ടിരിക്കുന്നു. അതിനുശേഷം ദിലീപ് മാധ്യമങ്ങളെ കണ്ടിതൊക്കെ തനിക്കെതിരായി നടന്ന ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസുണ്ടായതും താൻ പ്രതിയാക്കപ്പെട്ടതും എന്നുള്ള കാര്യം കൂടി പറയുന്നതും നമ്മൾ സമയം കണ്ടതാണ്. അഹമ്മദ് മുജ്തബയിലേക്കാണ്. മുജ്തബ, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു അന്തിമ വിധിയല്ല എന്ന് പറയുന്നിടത്ത് നിന്നാണ് കാര്യങ്ങൾ നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും കേസ് ഈ കോടതി ഒരുപക്ഷെ സർക്കാർ തന്നെ അപ്പീലിന് പോകാനുള്ളൊരു സാധ്യത കൂടി നിയമമന്ത്രി അടക്കം ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അതിജീവിതയുടെ ഒരു തീരുമാനം കൂടി വരേണ്ടതുണ്ട്. അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പം തന്നെ WCC ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി ഈ കേസിൽ നടിക്കൊപ്പം നിന്നവരുടെ പ്രതികരണം ഏത് രീതിയിലൊക്കെ പുറത്തു വരുന്നു? ഇപ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, സംസ്ഥാന നിയമവകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി P. രാജീവ് സംശയത്തിന് ഇടമില്ലാത്ത വിധം അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സംസ്ഥാനം സ്റ്റേറ്റ് അപ്പീൽ പോകും എന്നുള്ളതാണ്. സ്റ്റേറ്റ് അപ്പീൽ പോകുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. ആ സ്റ്റേറ്റിന്റെ ഭാഗമായാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ ആദ്യം 2 അഭിഭാഷകർ അവരെ വെച്ചിരുന്നു. അവർ 2 പേരും പിന്മാറിയതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ 3ാമത് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൂടി സ്റ്റേറ്റ് തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി നിയമിക്കുന്നു. അദ്ദേഹം വളരെ എഫേർട്ട് എടുത്ത് ഇത്രയധികം കാലം ഇതിന്റെ വിചാരണ നടപടി ഇന്ന് രാവിലെ തന്നെ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പ്രോസിക്യൂഷന്റെ നോട്ട്സ് മുഴുവൻ വളരെ സ്ട്രോങ് ആണ്. എല്ലാ തരത്തിലും ഇത് ഒരു തരത്തിലും ലൂസായി പോകില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങളോട് മീഡിയാവണിനോട് തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ അതിന് വിപരീതമായി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരെ ജയിലിലേക്ക് അയക്കുകയും ഇനി 12ാം തീയതി അവർക്കുള്ള ശിക്ഷാവിധി പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. പക്ഷേ അതിന് വിരുദ്ധമായി 7 മുതൽ 8, 9, 10 വരെയുള്ള പ്രതികളെ കോടതി അവർക്കെതിരായ തെളിവുകൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സംശയത്തിന് ഇട നൽകുന്ന രൂപത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളിലെ പങ്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ സ്റ്റേറ്റ് അപ്പീൽ പോവുക എന്ന് പറയുമ്പോൾ ഇതിന്റെ വിചാരണ നടപടികളിലും നിയമ പ്രശ്നങ്ങളുമൊക്കെ കുറെ കൂടി ഉന്നത കോടതികളിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി. ആ കോടതിയിൽ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എന്തെങ്കിലും തരത്തിൽ ആ വിധിയിൽ പിഴ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് തന്നെ ഇടപെടാം. പിഴവില്ലെങ്കിൽ ആ വിധി ശരിവെക്കുകയും ചെയ്യാം. അത്തരം നടപടിയിലേക്ക് അതിജീവിതയ്ക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക്